ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ പുതിയ അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് സമർപ്പിച്ചു. ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് 1,65 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ഒരു ലോകത്താണ്. ശാസ്ത്ര സാങ്കേതിക ഭൂതപൂർവമായ കാലത്തിന്റെ വിസ്മയകരമായ അനുഭവങ്ങൾക്ക് മുമ്പിൽ മാനവരാശി അന്തംവിട്ട് നിൽക്കുന്ന ഒരു കാലം കൂടിയാണ്. നാളത്തെ നവകേരളത്തെ ഉള്ളിൽ നിന്ന് നയിക്കുക സാങ്കേതിക വിദ്യ കൈവശമുള്ള കുട്ടികളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും വലിയ പരിഗണന നൽകുന്ന ഈ സർക്കാരിന്റെ കാലത്ത് സാങ്കേതിക വിദ്യാലയങ്ങൾക്ക് വളരെ വലിയ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനമാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന തലത്തിൽ കായികമേളയിൽ മീറ്റ് റെക്കോർഡുകൾ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി വേദിയിൽ വെച്ച് വിതരണം ചെയ്തു. ചടങ്ങിൽ കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം MLA തോട്ടത്തിലെ രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവാകരൻ PK റിപ്പോർട്ട് അവതരിപ്പിച്ചു. റീജിയണൽ ജോയിന്റ് ഡയറക്ടറേറ്റ് ഡോക്ടർ അഹമ്മദ് സയ്യിദ്, കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ CS സത്യഭാമ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജാസ്മിൻ EA, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഷിഹാബുദ്ദീൻ KM തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം